നമ്മുടെ ഈ കായികമേളയിൽ വന്ന ഏത് ജില്ലക്കാരാണ് താമസിച്ചിരുന്നത്? എറണാകുളം ജില്ലക്കാർ. അപ്പോൾ മോക്ക് അവിടെ നിന്ന് എന്താ കിട്ടിയത്? സ്വർണ്ണമാല കിട്ടി. എന്നിട്ട് ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തോ? വെള്ളിയാഴ്ച കൊടുക്കും. വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനമാണ്. കരഞ്ഞോണ്ട് വന്നപ്പോൾ ചിരിച്ചോണ്ട് പോയേ. മിക്കപ്പോഴും ക്ലാസ് ലീഡർമാർ ക്ലാസ്സിൽ നേരത്തെ എത്തും. അതുകൊണ്ട് തന്നെയാണ് 9ാം ക്ലാസ്സുകാരി പഞ്ചമി അന്ന് നേരത്തെ എത്തിയത്. നിലത്തു കിടന്ന സ്വർണ്ണമാലയും എടുത്ത് പഞ്ചമി ക്ലാസ് ടീച്ചറിനടുത്തേക്ക് ഓടി. രാവിലെ വന്നിട്ട് ഞാൻ ക്ലാസ് ഒക്കെ നീറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ടിഷ്യൂ പേപ്പറിൽ എന്തോ മാല ഇരിപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഗോൾഡാണോ എന്താണെന്ന് ആർക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഗോൾഡാണ്. തൻ്റേതല്ലാത്ത എന്തോ ഒന്ന് ടീച്ചറെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ പഞ്ചമി കരുതിയിരുന്നുള്ളൂ. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. അധ്യാപകരുടെ ചേർത്തുപിടിക്കൽ, കൂട്ടുകാരുടെ അഭിനന്ദന പ്രവാഹം, ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ഷണം. പരിധികളില്ലാതെ പ്രവഹിച്ച സ്നേഹം പഞ്ചമിക്ക് താങ്ങാനായില്ല. അതെൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്നൊരു പേന കിട്ടിയാൽ പോലും അത് നമ്മുടെ അല്ലെങ്കിൽ അത് വേറെ ക്ലാസ് സ്കൂളിൽ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ആവണം എന്നാണ് ആഗ്രഹം. എന്തെന്ന് അറിഞ്ഞൂടാത്ത ഒരു ഇതായിരുന്നു. മനസ്സ് നിറഞ്ഞിട്ട് ആരടുത്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറയും. നേരെ അമ്മമ്മയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു. ഭയങ്കര ഇതായിരുന്നു. പഞ്ചമിയുടെ നാട്ടിൽ നിന്നുള്ള പഞ്ചമിക്ക് ആദരം നൽകിയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞയക്കുന്നത്. പരിഭ്രമം മാറി പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ വിദ്യാർത്ഥിനി പുറത്തേക്ക് വരുന്നത്. ഇതൊരു പ്രചോദനമാണ്, ഒപ്പം നാട് നൽകുന്ന കരുതലും.